ലഹരിക്കെതിരെ കലയിലൂടെ ബോധവൽക്കരണവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പിലാത്തറ ലാസ്യ കോളേജാണ് ലഹരി വിരുദ്ധ ദിനത്തിൽ സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ബോധവൽക്കരണം നടത്തിയത്. 35 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മഹാവിപത്തായ ഒരു തലമുറയെ നശിപ്പിക്കുന്ന ലഹരി മരുന്നിനെതിരെ ജാഗ്രത പുലർത്തുക എന്ന ആഹ്വാനവുമായി ലഹരി വിരുദ്ധ ദിനത്തിൽ പിലാത്തറ ലാസ്യ കോളേജ് സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ബോധവൽക്കരണം എന്ന നിലയിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കൊരു ഇന്നത്തെ യുവതലമുറ ഏത് വഴിയിലേക്കാണ് പോകുന്നത് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പല രീതിയിലാണ് മയക്കുമരുന്ന് അവരെ സ്വാധീനിക്കുന്നത്. അത് ചിലപ്പോൾ അത് സങ്കടത്തുനിന്ന് രക്ഷ നേടാതിരിക്കാം, ചിലപ്പോൾ യുവതലമുറ പരീക്ഷ അവരങ്ങനെ കണ്ടിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിന്റെ സാഹചര്യമായിരിക്കാം. ഇതിപ്പോൾ ഏത് തരത്തിലാണ് ഈ യുവതലമുറ ഇതിലേക്ക് അതിന്ന് രക്ഷപ്പെടാൻ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം അവർ ഈ സംഭവം ഇതിലേക്ക് ഈ മയക്കുമരുന്നിലേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ച് കൊണ്ടുവരികയും ഇവിടെ ലാസ്യ എന്ന് പറയുമ്പോൾ ഒരു നൃത്തത്തിന്റെ സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിവിടെ കൂടുതലും പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ ഭീകരത അനുഭവിക്കുന്നതും ചിലപ്പോൾ സ്ത്രീകളാണ്. അപ്പോൾ ഇത് ലഹരിക്കെതിരെ ലാസ്യയുടെ ഒരു നമ്മുടെ നൃത്തത്തിൽ കൂടി ഇതിനെതിരായിട്ട് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിന്റെ ഒരു കണ്ടെത്തലാണ് നമ്മളിവിടെ തന്നെ നൃത്ത അധ്യാപികയായ വിദ്യാലക്ഷ്മി അതിന്റെ ജാഗ്രത എന്നുള്ള ഇത് ലഹരിക്കെതിരെ ജാഗ്രത എന്ന വരി എഴുതിക്കൊണ്ട് അതിന് നമ്മുടെ സംഗീത അധ്യാപകരായ അനീഷ, രമേശ്, ശ്രീജ, രാജപ്പൻ തുടങ്ങിയ സംഗീത അധ്യാപകരും അതിന് സംഗീതം നൽകിക്കൊണ്ട് ലാസ്യത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അതിന് ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് ഈ ഒരു നൃത്താവിഷ്കാരം ലഹരിക്കെതിരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഭരതനാട്യ അധ്യാപിക ഡോക്ടർ ഇ വിദ്യാലക്ഷ്മിയുടെ വരികൾക്കാണ് രംഗഭാഷ്യം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, അതുപോലെ അഭിമാനവും തോന്നുന്നു. കാരണം നമ്മളെ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒരു സന്ദേശം അയക്കുന്നതിൽ കലയിൽ വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. പല മാധ്യമങ്ങളിലൂടെ നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ നൃത്തം, സംഗീതം രണ്ടും കൂടി സമന്വയിപ്പിച്ച് ഞങ്ങൾ ഈ ലോകത്തിലേക്കുള്ള എല്ലാവരോടും ഈ സന്ദേശം കൈമാറാൻ വിചാരിക്കുന്നു. അതായത് മദ്യം, മയക്കുമരുന്ന് ഇതുപോലെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള വസ്തുക്കൾ ഇനി വരുന്ന തലമുറ ഉപയോഗിക്കാതെ നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആശയം കൈമാറാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. 35 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നാസിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്തിന്റെ മേൽനോട്ടത്തിൽ നൃത്ത അധ്യാപകരായ ഡോക്ടർ ഇ വിദ്യാലക്ഷ്മി, വീണ, സംഗീത അധ്യാപകരായ ഡോക്ടർ അനീഷ, ശ്രീജ തുടങ്ങിയവരാണ് ഈ ആവിഷ്കാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മാനവരാശിയെ തകർക്കുന്ന മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ